Hi friends, welcome back to Health and Glow. Health and Glow ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കുളിക്കാം എന്നതിനെക്കുറിച്ചാണ്. ബേക്കിംഗ് സോഡ ഇട്ട വെള്ളത്തിൽ കുളിക്കുമോ? ചിലപ്പോൾ സംശയം ഉണ്ടാകും. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിൽ അല്പം കാര്യമുണ്ട് കേട്ടോ. ഞാൻ എന്താ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാൻ ഒരു ബൗളും എടുത്തിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് സ്കിന്നിനുണ്ടാവുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ചൊറിച്ചിലുണ്ടാകും, പൊട്ടലുണ്ടാകും, വരൾച്ചയുണ്ടാകും. അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, ഈ ചൊറിയും ചരങ്ങും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിന് പറ്റിയൊരു സൊല്യൂഷന് വേണ്ടി നമ്മളെപ്പോഴും വേഗം തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. തീർച്ചയായും ഡോക്ടേഴ്സിനെ കാണണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ ചൊറിയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഒരു ഓയിൽമെൻറ്റ് തരും. അപ്പോൾ ഏതെങ്കിലും ഒരു ഓയിൽമെൻറ്റ് അവർ തരും, അത് വാങ്ങി കൊണ്ടുവന്ന് തേക്കും. അങ്ങനെയാണ് നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ചില ആളുകൾ വീട്ടിലുള്ള പലതരത്തിലുള്ള നുറുങ്ങു വിദ്യകൾ പരീക്ഷിച്ച് നോക്കും. എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരിത്തിരിയെങ്കിലും ബേക്കിംഗ് സോഡ ഉണ്ടാകും. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചൊറിയും സ്കിൻ ഇഷ്യൂസും മാറ്റാൻ വേണ്ടി പറ്റും. നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പം ബേക്കിംഗ് സോഡയിൽ കുളിക്കുക എന്നുള്ളതാണ് ഏക സൊല്യൂഷൻ. അപ്പം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ട്രൈ ചെയ്യാം. ഡയപ്പർ റാഷസ് മാറാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നത്തിന് യൂസ് ചെയ്യാമെന്നറിയോ? സോറിയാസിസിൻ്റെ കാഠിന്യം കുറയ്ക്കും. പിന്നെ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇച്ചിങ്ങും ഇറിറ്റേഷൻ ആണല്ലോ. ചിക്കൻ പോക്സ് ഉള്ള ആളുകൾക്കും ആ ഒരു ചൊറിച്ചിലും തിണപ്പൊക്കെ മാറാൻ നല്ലതാണ്. പൊട്ടി എന്ന് പറയുന്നത് ചിക്കൻ പോക്സിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ ഈ ചിക്കൻ പോക്സ് ഫുൾ ബോഡി വന്നിട്ടുണ്ടെങ്കിലും പൊട്ടി ഒരു പ്രത്യേക ഭാഗത്ത് അങ്ങനെയുള്ള ചില ഭാഗങ്ങളിലാണ് വരിക. അപ്പോൾ പുറത്തൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡിലൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതിൻ്റെ കളേഴ്സും മാറുകയില്ല. നമ്മൾ ആര്യവേപ്പൊക്കെയാണ് പൊതുവെ ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിന് പകരം നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. റെസിപ്പി അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന മിക്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അതുകൂടാതെ ചൊറി, ചിരങ്ങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. അതുപോലെ കുഞ്ഞു കുട്ടികളിൽ ഡയപ്പർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അണ്ടർവെയറൊക്കെ ഇറുകിയിരിക്കുന്ന സമയത്ത് റാഷസ് വരും അല്ലേ. പിന്നെ ലേഡീസിൽ ഈസ്റ്റ് പ്രൊഡക്ഷൻ, ലേഡീസിലാണ് കൂടുതലായിട്ടുള്ളത്. ഈസ്റ്റ് ഇൻഫെക്ഷൻ വരും. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരും. ജനനേന്ദ്രിയങ്ങളിലും മറ്റ് ഇടുക്കുകളിലും ഒക്കെ വരുന്ന ഇത്തരം ഇൻഫെക്ഷൻസിനൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നാണ് ബേക്കിംഗ് സോഡയിലെ കുളി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയ ആളുകളാണെങ്കിൽ നമുക്ക് ഒരു 1/4 കപ്പ് മുതൽ, ഇപ്പം ഇത് ഒരു ഫുൾ കപ്പാണ്. ഈ ഒരു 1 കപ്പിൽ 1/4 കപ്പ്, ഇത് ഞാൻ ഇപ്പോൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1/4 കപ്പ് മുതൽ നിങ്ങൾക്കൊരു 2 കപ്പ് വരെ തിളപ്പിക്കാം. ഈ കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ഇതൊരു 1/3 ആണ്. ഒരു കപ്പിൻ്റെ 1/3 ഭാഗം വരുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബേക്കിംഗ് സോഡേൻ്റെ അത്രയോ അല്ലെങ്കിൽ ഈ കപ്പിൽ 2 കപ്പോ ഈ ഏതളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ എടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങൾക്കത് മേല് കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, വലിയ ആളുകളാണെങ്കിൽ. ഇനി കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 1-2 സ്പൂൺ ബേക്കിംഗ് സോഡ അവർ കുളിക്കുന്ന വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം ഒന്ന് തെളി ഊറ്റിയിട്ട് അവരെ ആ വെള്ളത്തിൽ കുളിപ്പിക്കാം. ഡയപ്പർ റാഷസും ഈ പറഞ്ഞ സോറിയാസിസും ചിക്കൻ പോക്സിൻ്റെ ഇഷ്യൂസും എല്ലാം പെട്ടെന്ന് മാറും. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു കപ്പിൽ ഇപ്പം ഫുൾ ബോഡി ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ, മക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് ഡയപ്പർ റാഷസ് ഉണ്ടാകുമ്പോൾ ഫുൾ ബോഡി ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു കപ്പിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് ലൈക്ക് ഒരു പിടി ഇത്രയൊക്കെ ഇട്ടുന്നത് തന്നെ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൽ ഈ പൊടി നിങ്ങൾക്ക് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിയാലും ചിലപ്പോൾ അതിൻ്റെ പൊടി അടിഭാഗത്തുണ്ടാകും. ഈ പൊടി മാറിയിട്ട് കപ്പിലുള്ള വെള്ളം മാത്രം തെളിയൂറ്റി എടുക്കുക. അല്ലെങ്കിൽ പൊടി ഇല്ലാണ്ട് തന്നെ ഒരു കോട്ടൺ സ്പോഞ്ചോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ വെള്ളം മുക്കി ആ ഡയപ്പർ റാഷസ് വന്ന ആ ഭാഗങ്ങളിൽ കാലിടുക്കിലും ഈ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചൊറി വന്ന ഭാഗങ്ങളിൽ, ചൂടുകുരു പൊന്തിയ ഭാഗങ്ങളിൽ ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതിൽ ബാക്ടീരിയാസിന് കളയാനും പെട്ടെന്ന് തന്നെ ഒരു ഹീലിംഗ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ബേക്കിംഗ് സോഡയിൽ ഇനി മുതൽ കുളിച്ച് തുടങ്ങാം കേട്ടോ. ഈ മഴക്കാലത്ത് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലേ. സ്കിൻ കണ്ടീഷൻസൊക്കെ വേഴ്സ്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഈ ഒരു മിക്സ് ട്രൈ ചെയ്ത് നോക്കാം. സൗന്ദര്യവും ആരോഗ്യവും സംരക്ഷിക്കാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ വീണ്ടും കാണാം കേട്ടോ. അതുവരെ ടാറ്റ, ബൈ ബൈ.